ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മെഗാ സംഗമത്തിൽ പഴയകാല വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ അങ്കണത്തിൽ ഒത്തുകൂടി. നജീബ് കാന്തപുരം MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. വൈകിട്ട് ഗഫൂർ M ഖയാമും ബിശ്വജിത്തും പാടിയ മെഹഫിൽ സന്ധ്യയും ആസ്വദിച്ച് മനസ്സിലൊട്ടേറെ സ്മരണകൾ നിറച്ചാണ് എല്ലാവരും മടങ്ങിയത്. കൗമാരക്കാലത്ത് ഒട്ടേറെ മധുരസ്മരണകൾ പെയ്തിറങ്ങിയ വിദ്യാലയത്തിൽ അവർ ഒരിക്കൽ കൂടിയും ഒത്തുകൂടി. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മെഗാ സംഗമത്തിൽ സ്കൂൾ സ്ഥാപിതമായ 1974 മുതൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഒത്തുകൂടിയത്. സ്കൂൾ സ്ഥാപക നേതാക്കളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു തുടക്കം. സോപാന സംഗീതജ്ഞൻ ഞെർലത്ത് ഹരിഗോവിന്ദന്റെ കാവ്യാലപനത്തോടെ വേദി ഉണർന്നു. എന്റെ കരളിൽ ചിരി ചേർത്ത കൂട്ടുകാരി പെണ്ണിനോടു ഞാൻ മിണ്ടിയ കാരണം പൊന്നനം എന്നെ വിളിച്ചവർക്കായി പെണ്ണു കാണാൻ പിന്നെ എണ്ണിയാൽ തീരാത്ത വീടുകൾ കേറി നടന്നവർ. നജീബ് കാന്തപുരം MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മള് എപ്പോഴും ജീവിതത്തിലെ ചില സന്തോഷകരമായ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിലേറെയും ബന്ധിക്കപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലമാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയേറെ പച്ച പിടിച്ച ഓർമ്മകൾ വേറെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. നമ്മൾ പല ക്യാമ്പസുകളിലും പഠിച്ചിട്ടുണ്ടാവും, പല വിദ്യാഭ്യാസ മേഖലകളിലൂടെയും കടന്നുപോയിട്ടുണ്ടാകും. പക്ഷേ ഒരു സ്കൂൾ കാലം നമ്മളെ തിരിച്ചു വിളിക്കുന്ന അത്യപൂർവമായ ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിന്റെ ആഹ്ലാദത്തിലാകും ഈ 50 വർഷം പൂർത്തിയാകുന്ന വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് വീണ്ടും എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സുണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥിനി M റിഫ സ്കൂളിന്റെ ചരിത്രം വായിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ചാലകശക്തിയായ നാടിന്റെ ദേശീയതയുടെ അടിവേരായിട്ടുള്ള ബഹുസ്വരത ഇന്ന് ഭീഷണിയിൽ തന്നെയാണ്. കേരളത്തിലും നാഗാലാൻഡിലും മണിപ്പൂരും ആസാമിലും ഇവിടെയൊക്കെ ആവിഷ്കരിക്കുന്ന ഇന്ത്യത്വം അത് ആഘോഷിക്കപ്പെടുമ്പോൾ തന്നെയാണ് ബഹുസ്വരത കാത്തു സംരക്ഷിക്കുന്നത്. ഇത്തരം കൂട്ടായ്മകളും കലാലയങ്ങളും സാംസ്കാരിക സംഘടനകളും ഒക്കെ ഈ ബഹുസ്വരതയെ കാത്തു സൂക്ഷിക്കണം. ഗാന്ധി എന്നെ തൊട്ടു സത്യം കൊണ്ട്, സത്യാഗ്രഹം കൊണ്ട്, നിശ്ചയദാർഢ്യം കൊണ്ട്, നിർഭയത്വം കൊണ്ട്, ഉപ്പുകൊണ്ട്, ഉശിരുകൊണ്ട്, ലക്ഷ്യം 3 വടിയായ നടത്തം കൊണ്ട്, ലക്കില്ലാത്ത വൈരുദ്ധ്യങ്ങൾ കൊണ്ട്, സർവമത പ്രാർത്ഥന കൊണ്ട്, സാർവലൗകിക വ്യസനം കൊണ്ട് ഗാന്ധി എന്നെ തൊട്ടു. ഗാന്ധി എന്നെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഗാന്ധിയനായി. ഗാന്ധിവാദിയായില്ല, ഗാന്ധി വിരോധിയായില്ല. പകരം ഗാന്ധി എന്ന അസാധ്യതയെ എന്നുമെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന എന്തോ ഒന്നായി. എന്തായാലും ഈ ഒരു വേദിയില് നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗം C ബാലസുബ്രഹ്മണ്യൻ, സ്കൂൾ പ്രിൻസിപ്പാൾ മീര നായർ SK, പ്രധാനാധ്യാപിക ബിന്ദു PS, പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ, അധ്യാപകർ, സ്വാഗത സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ അധ്യാപകർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു.
പിന്നീട് അധ്യാപകരുടെ ഓർമ്മക്കുറിപ്പുകളും മറുപടിയുമായിരുന്നു വേദിയിൽ. ഓരോ ബാച്ചുകാരും തങ്ങളുടെ അധ്യാപകരുടെ കൂടെ ചിത്രങ്ങൾ പകർത്തി. ക്ലാസ് മുറികളിൽ കൂടിയിരുന്നത് പൂർവ്വ വിദ്യാർത്ഥികളെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ഉച്ചയോടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം പങ്കിട്ടു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയിൽ പാടിപ്പതിഞ്ഞതും മുമ്പ് സ്കൂളിൽ അവതരിപ്പിച്ചതുമായ പാട്ടുകളും കവിതകളും പുതിയ ഗാനങ്ങളുമെല്ലാം അവതരിപ്പിച്ചു. വൈകിട്ട് ഗഫൂർ എം ഖയാമും ബിശ്വജിത്തും ഗാനങ്ങൾ ആലപിച്ച് ഏവർക്കും സംഗീത വിരുന്ന് സമ്മാനിച്ചു. सुकूने दिल जहां मिलता है सबको, ये वही कर है, यहाँ इंसाफ होता है, यही अल्लाह का घर है. മെഹ്ഫിൽ സന്ധ്യയിലെ ഗാനമഴയിൽ മുങ്ങിത്തോർന്നാണ് എല്ലാവരും മടങ്ങിയത്. കൂടിച്ചേർന്ന് പിരിഞ്ഞപ്പോൾ വിങ്ങലാണ് മനസ്സുകളിൽ. അതിസുന്ദരമായ ഓർമ്മകൾ നിറഞ്ഞ വസന്തത്തിന്റെ പൂക്കാലം ഇനി വരില്ലല്ലോ. ഓർമ്മകൾ പങ്കിടാൻ ഇനിയും ഒരിക്കൽ വരാമെന്ന് എല്ലാവരുടെയും മനസ്സും പറഞ്ഞു. പാലൂർ തൈപ്പൂയ രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.